പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനിടയിൽ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്നത് തുടരണമെന്ന ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമേനിയുടെ ആഹ്വാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ യുഎസ് യുദ്ധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് വെള്ളിയാഴ്ച തള്ളിക്കളഞ്ഞു. തന്ത്രപ്രധാനമായ ജലപാതയിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ യുഎസ് പൂർണ്ണമായും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം കാണുന്നത് പോലെ ഹോർമുസ് കടലിടുക്കിൽ അവർ കടുത്ത നിരാശ പ്രകടിപ്പിക്കുകയാണ്. നമ്മളത് കൈകാര്യം ചെയ്തു വരികയാണ്. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല എന്നും പെന്റഗൺ ബ്രീഫിംഗിനിടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നിനൊപ്പം ഹെഗ്സത്ത് പറഞ്ഞു. ഇപ്പോൾ കടലിടുക്കിലെ ഗതാഗതം നിരോധിക്കുന്ന ഒരേ ഒരു കാര്യം ഇറാൻ കപ്പലുകൾക്ക് നേരെ വെടിയുതിർക്കുക എന്നതാണ്. യുഎസ് യുദ്ധ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഒരു സ്വാധീനമായി ഉപരോധത്തെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഭാവിയിലെ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള സൈറ്റുകളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചും ഖമേനിയുടെ ഭീഷണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹെഗ്സത്ത് പറഞ്ഞു. വിവിധ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവയ്ക്കെല്ലാം വേണ്ടി ആസൂത്രണം ചെയ്യുന്നു. ഇവിടെ എല്ലാ ഓപ്ഷനുകൾക്കും ഞങ്ങൾക്ക് ഒരു പദ്ധതിയുണ്ട്. അത് ഞങ്ങൾ മത്സരിക്കാൻ അനുവദിക്കുന്ന ഒരു കടലിടുക്കല്ല. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ ആയത്തുള്ള മുസ്തഫ ഖമേനി നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ആഗോള ഊർജ്ജ കയറ്റുമതിക്കുള്ള പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധം തുടരണമെന്ന് ആഹ്വാനം ചെയ്തതിനു ശേഷം പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ പരാമർശങ്ങൾ. വ്യാഴാഴ്ച രാവിലെ ഇറാന്റെ പുതുതായി നിയമിതനായ പരമോന്നത നേതാവ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ആദ്യ പ്രസംഗത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധം തുടരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ധിക്കാരപരമായ ഒരു സ്വരത്തിൽ സംസാരിച്ചു. പ്രിയപ്പെട്ട പോരാളി സഹോദരന്മാരെ, ഫലപ്രദവും ഖേദകരവുമായ പ്രതിരോധത്തിന്റെ തുടർച്ചയാണ് ജനങ്ങളുടെ ആഗ്രഹം. കൂടാതെ ഹോർമുസ് കടലിടുക്ക് തടയുന്നതിന്റെ ലിവറേജ് തീർച്ചയായും തുടർന്നും ഉപയോഗിക്കണം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇറാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുവിന് പരിചയക്കുറവുള്ളതും വളരെ ദുർബലവുമായ പ്രദേശങ്ങളിൽ കൂടുതൽ മുന്നണികൾ തുറക്കുന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. യുദ്ധാവസ്ഥ തുടരുകയും താൽപര്യങ്ങൾ പാലിക്കുകയും ചെയ്താൽ അവ സജീവമാക്കും. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത സൈനികാക്രമണത്തിൽ 86-കാരനായ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേഖലയിലെ സംഘർഷം രൂക്ഷമായി. അതിനുശേഷം പ്രതികാരമായി ഇറാൻ നിരവധി ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രായേലിന്റെയും യുഎസ് ആസ്തികൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി. ഇത് ജലപാതയിൽ പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ തടസ്സമുണ്ടാക്കുകയും അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളെയും ആഗോള സാമ്പത്തിക സ്ഥിരതയും ബാധിക്കുകയും ചെയ്തു. പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമേനി തന്റെ പിതാവിന്റെയും മറ്റുള്ളവരുടെയും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്നും പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.